അമ്മമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ചെയ്യുന്നത് ഇതിലാണ്. ഇതാണ് ഇതിൻ്റെ നിപ്പിൾസും നിപ്പിൾ ക്രാക്കും കൊണ്ട് വാവക്ക്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിങ്ങോ അല്ലെങ്കിൽ വ്ളോഗോ കാര്യങ്ങളോ ഒന്നുമല്ല. ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ്. വേറൊന്നുമല്ല, നമ്മുടെ ബ്രസ്റ്റ് പമ്പാണ് വരുന്നത്. അപ്പോൾ ബ്രസ്റ്റ് പമ്പിൻ്റെ യൂസ് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രസ്റ്റ് പമ്പ്. ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ആവുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഓവർ സപ്ലൈയിലുള്ള അമ്മമാർക്ക് നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ചില കേസസിൽ വാവകൾ ഡെലിവറി കഴിഞ്ഞ് വന്ന ഉടനെ സക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവില്ല. എല്ലാ വാവമാരും ഒരേപോലെ സക്ക് ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് പാല് അധികമായിട്ടുള്ള അമ്മമാർക്ക് എന്താകും, ബ്രസ്റ്റിന് എൻഗോജ്മെൻറ്റ് വരും, അവർക്ക് പെയിൻ വരും, ലീക്കിംഗ് ഉണ്ടാവും. അത് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആ ഡെലിവറിയുടെ ഒരു പെയിനൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന അമ്മമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബ്രസ്റ്റിന് ലീക്കിങ്, പെയിന് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബ്രസ്റ്റ് പമ്പ്. കാരണം വാവ സക്ക് ചെയ്യാത്ത ടൈമിൽ നമുക്ക് പാല് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച പാല് വാവക്ക് ആവശ്യമുള്ള സമയത്ത് ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. എവറി 2 hours ആണ് നമ്മൾ വാവക്ക് ഫീഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാവയുടെ ഡിമാൻഡ് അനുസരിച്ച് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ പല അമ്മമാർക്കും ഇൻവേർട്ടഡ് നിപ്പിൾസും നിപ്പിൾ ക്രാക്കും കൊണ്ട് വാവക്ക് ഫീഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. അങ്ങനെയുള്ള സമയത്തും നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ചില കേസസിൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ മിൽക്കിൻ്റെ സപ്ലൈ അധികമായിട്ട് വരുന്നുണ്ട്. അതായത് വാവ ഫീഡ് ചെയ്യുന്നുണ്ട്, വാവക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ വാവ സക്ക് ചെയ്ത് വാവക്ക് ആവശ്യമുള്ള മിൽക്ക് വാവക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഓവർ സപ്ലൈ ഉള്ള അമ്മമാർക്ക് ഇങ്ങനെ വാവ സക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടാവുന്നുണ്ട്, ലീക്കിങ്ങും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, വാവക്ക് ആവശ്യമുള്ള പാല് മാത്രമേ വാവക്ക് കുടിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് ഈ ഒരു നമ്മൾ പണ്ടത്തെ അമ്മമ്മമാരൊക്കെ പറയുന്നേക്കാം, അതൊന്ന് പിഴിഞ്ഞ് പുറത്ത് കളയണമെന്ന്. പക്ഷെ എത്ര സമയം നമ്മളിങ്ങനെ പിഴിഞ്ഞ് കളയാൻ പറ്റും? നമ്മുടെ ഹാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കളയുമ്പോൾ എത്ര ടൈം അതിനെടുക്കും, എത്ര പെയിൻ ആയിരിക്കും അത്. അതിന് നമുക്ക് ഒരു ഏറ്റവും വലിയ സൊല്യൂഷനാണ് ബ്രസ്റ്റ് പമ്പ്. അങ്ങനെ ഓവർ മിൽക്ക് സപ്ലൈ ഉള്ളവർക്ക് ഈ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് 2 ടൈപ്പിലുള്ള ബ്രസ്റ്റ് പമ്പാണ് വരുന്നത്. അപ്പം ഈ 2 ടൈപ്പ് ഇതിൽ മാനുവലും ഇലക്ട്രിക്കും. മാനുവൽ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ റെയറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴേലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് ചില ടൈമിൽ വാവ ഫീഡ് ചെയ്യുന്നില്ല, ഫീഡ് ചെയ്ത് ഉറങ്ങുമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റിൽ കല്ലിപ്പും കാര്യങ്ങളൊക്കെ വരും, മിൽക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് സമയത്തേക്ക് വാവ ഫീഡ് ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട്, അതായത് മാനുവൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട് മിൽക്ക് ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് വെച്ച് പിന്നെ വാവക്ക് അത് കൊടുക്കാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പം എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകേണ്ട വന്നു, വാവക്ക് ഫീഡ് ചെയ്യാൻ വാവ വീട്ടിലാണുള്ളത്, വീട്ടിലുള്ള ആരെങ്കിലും ഫീഡ് ചെയ്യും, വാവയ്ക്ക് ബോട്ടിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാലട വെച്ചിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് പമ്പിൽ മിൽക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് നമ്മൾക്ക് പുറത്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള സമയത്തിൽ നമുക്ക് മാനുവൽ പമ്പ് യൂസാണ്. പിന്നെ വരുന്നത് ഡെയിലി ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ വാവക്ക് ഫീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലേറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്. കാരണം എല്ലാ ദിവസവും എല്ലാ സമയത്തും നമുക്ക് ഈ ഹാൻഡ് ഉപയോഗിച്ചിട്ട് മാനുവൽ പമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ടൈം കൺസ്യൂമിങ് ഒക്കെയാണ്. പക്ഷേ ഇലക്ട്രിക് പമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കിൻ്റെ സഹായത്തോടെ നമുക്ക് ജസ്റ്റ് അവിടെ വെച്ചാൽ മതി, ആ ഒരു മെഷീൻ തന്നെ നോർമലി പമ്പ് ചെയ്തെടുത്തോളും. അപ്പോൾ ഡെയിലി ചെയ്യുന്നവർക്കാണെങ്കിൽ അതായിരിക്കും യൂസ്ഫുൾ. രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ മാനുവൽ ബ്രസ്റ്റ് പമ്പ് ആണെങ്കിൽ ലോ കോസ്റ്റാണ്, ചീപ്പ് കോസ്റ്റാണ്, ചെറിയൊരു എമൗണ്ടിന് നമുക്ക് കിട്ടുന്നതാണ്, പോർട്ടബിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പുറത്ത് ട്രാവലിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, റെയർ കേസിൽ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ. പക്ഷേ ഇലക്ട്രിക് പമ്പ് ആകുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കിന് സഹായം വേണം, അവിടെ ചാർജിങ് വേണം, എന്നാൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മൾ ടൈം അധികം എടുക്കുന്നില്ല. ഹാൻഡ് പമ്പ് ഉപയോഗിച്ച് നമ്മളൊരു 1 hour ഒക്കെ വെച്ചെടുക്കുന്ന പാല് നമുക്കൊരു 30 minutes, ഒരു 20 minutes ഒക്കെ കൊണ്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചിക്കു എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് ബ്രഷ് പമ്പാണ്. സിംഗിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ബ്രഷ് പമ്പാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ പാക്കിങ് വരുന്നത്. എല്ലാ പ്രൊഡക്ട്സും ഒരു സിപ്ലോ കവറിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത്.
ഫസ്റ്റിന് ഇതാ പമ്പിൻ്റെ മെയിനായിട്ടുള്ള പമ്പിങ് യൂണിറ്റിൻ്റെ പാർട്ട് വരുന്നുണ്ട്. അതെ, അതിന് തന്നെ ഒരു ഡയഫ്രം കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ഡയഫ്രം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ ബ്രസ്റ്റ് പമ്പ് വരുന്നത്. ഒരു പമ്പിങ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിനൊരു നിപ്പിൾ ബോട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ പാലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാഞ്ചസ് വരുന്നുണ്ട്. ഇതൊരു സിലിക്കോണിൻ്റെ ഫ്ലാഞ്ചസ് ആണ്. ഇതൊരു മസാജ് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബ്രസ്റ്റിന് പെയിനോ കാര്യങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സിലിക്കോണിൻ്റെ ഒരു ഫ്ലാഞ്ചസ് ആണ് വരുന്നത്. ഇത് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു ഡയഫ്രം വരുന്നുണ്ട്. മറ്റേ അറ്റം നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ചാർജൊക്കെ ചെയ്യുന്നത് ഇതിലാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ഇത് കാണാൻ പറ്റും നമുക്ക്. അതിലൊന്നിൽ ചാർജ് ചെയ്യുന്നതും ഒന്നിൽ ഈ ഒരു എൻഡ് കണക്ട് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഈ ഒരു എൻഡ് ഇവിടെ സൂക്ഷിച്ചൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കന്നെ നമ്മുടെ പമ്പിങ്ങിൻ്റെ സംഭവങ്ങൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബോട്ടിൽ കൂടി കിട്ടുന്നുണ്ട്, നമ്മുടെ മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പമ്പിങ് ആയി. പിന്നെ ഇവിടെ സ്വിച്ചസ് വരുന്നത് ഒന്ന് പവർ ഓൺ ഓഫ്. പിന്നെ നമുക്ക് മോഡ് മാറ്റാൻ പറ്റും. 5 ടൈപ്സ് സ്റ്റിമുലേഷനും 5 ടൈപ്സ് എക്സ്പ്രഷൻ മോഡുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ മോഡ് ചേഞ്ച് ചെയ്യുന്നത് ഇതാണ്. പിന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും കുറക്കുകയും ചെയ്യുന്നത് ഇവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഇവിടെ സ്പീഡ് കുറക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ പവർ ഓൺ ആയി കഴിഞ്ഞിട്ടാകുമ്പം ഈ ഒരു ബ്ലൂ ലൈറ്റാണ് ഇവിടെ കിട്ടുന്നത്. വീഡിയോയിൽ തിരിയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബ്ലൂ ലൈറ്റാണ് വരുന്നത്. ആ ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ എക്സ്പ്രഷനാണ്, സ്റ്റിമുലേഷനാണ് കൊടുക്കുന്നത്. ബ്ലൂ ലൈറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ബ്രസ്റ്റിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മോഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്പ്രഷൻ മോഡാണ്. ഫസ്റ്റ് നമ്മൾ ബ്രസ്റ്റ് പമ്പ് ഈ ഒരു ഇലക്ട്രിക് യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം. ബ്രസ്റ്റിനെ ഒന്ന് പമ്പ് ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. വാവ സക്ക് ചെയ്യുന്ന കണക്കെ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു 5 മിനിറ്റ്സ് വേണ്ട വരുള്ളൂ. ഒരു 2-3 മിനിറ്റ്സ് വരെ ഇത് തന്നെ ഈ ഒരു മെഷീൻ തന്നെ സ്റ്റിമുലേഷൻ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ്സിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഈ ഒരു എക്സ്പ്രഷൻ മോഡിലേക്ക് വരും. എക്സ്പ്രഷൻ മോഡ് വൈറ്റ് കളർ ലൈറ്റാണ് വരുന്നത്. വീഡിയോയിൽ എനിക്കൊന്ന് ക്യാമറയിൽ ക്ലിയർ ആവുന്നുണ്ടാവില്ല. സ്റ്റിമുലേഷൻ മോഡ് ബ്ലൂ ലൈറ്റും എക്സ്പ്രഷൻ മോഡ് വൈറ്റ് ലൈറ്റുമാണ് വരുന്നത്. അതിൽ തന്നെ മോഡ് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി സ്പീഡ് കൂടുന്നുണ്ട്. അതിന് നോയ്സ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. സ്പീഡ് കൂടുന്നുണ്ട്. മോഡ് അങ്ങനെ 5 മോഡ്സ് ആണ് എക്സ്പ്രഷൻ വരുന്നത്. അതിന് സ്പീഡും 5 ടൈപ്സ് വരുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സക്ഷൻ ഫീൽ ചെയ്യും. ഇവിടുന്ന് ഒരു സാധനം ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ പമ്പിങ് നടക്കുന്നത്. അപ്പോൾ ഈ ഡയഫ്രം വഴി പാല് ഈ ഒരു ബോട്ടിലേക്ക് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനൊരു ചാർജിങ് കേബിളാണ് വരുന്നത്. ഇങ്ങനെയാണ് ചാർജിങ് കേബിൾ വരുന്നത്. ഇതിൻ്റെ നിപ്പിൾ ബോട്ടിലാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് വാവക്ക് ഫീഡ് ചെയ്യാം. ഇല്ല ചെറിയ വാവകളൊക്കെ ആണെങ്കിൽ നമുക്ക് പാലടയൊക്കെ യൂസ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും ബോട്ടിൽ ഫീഡിങ്ങിനേക്കാളും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതാണ് ഇതിന് ഫീഡ് ചെയ്യാനുള്ള ബോട്ടിൽ വരുന്നത്. അതിൻ്റെ കവറാണിത്. ക്യാപ്പ് അതിൻ്റെ ക്യാപ്പാണ് ഇത് വരുന്നത്. ഇങ്ങനെ നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് പോകാം. നമ്മൾ പമ്പ് ചെയ്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വാവക്ക് ഫീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് ഈ ബോട്ടിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലീക്കിങ്ങോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഇത് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ആവശ്യമുള്ള സമയത്ത് മാത്രം നിപ്പിൾ ഉപയോഗിച്ചിട്ട് ഫീഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രൈയിൽ വാങ്ങിക്കുന്ന സമയത്ത് 7,999 7,999 രൂപയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ലൈവ് ഓഫർ നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു 5,999 റുപ്യക്കാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഓൺലൈനിലെല്ലാം പ്രൊഡക്റ്റ് കിട്ടും തോന്നും.
ഞാൻ ഫസ്റ്റ് ക്രൈയിൽ പോയ സമയത്ത് ഇത് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ ബ്രസ്റ്റ് പമ്പിനെ കുറിച്ചിട്ട് ഓൾമോസ്റ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ജേണിക്കായിട്ട് ഒന്ന് പ്രിപ്പയർ ആയിട്ട് നിൽക്കുക. ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് പല ഇഷ്യൂസും കാര്യങ്ങളും വരും. അങ്ങനെ പല ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആരും അതിൽ ടെൻഷൻ അടിക്കുകയോ വറി ചെയ്യുകയോ സ്ട്രെസ് ആവുകയോ ഒന്നും ചെയ്യരുത്. നമ്മുടെ ടെൻഷനും നമ്മുടെ സ്ട്രെസ്സിങ്ങും ഒക്കെ വാവയുടെ ഫീഡിങ്ങിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ മിൽക്ക് സപ്ലൈനെ എഫക്റ്റ് ചെയ്യും. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ വാവയുടെ ബ്രസ്റ്റ് ഫീഡിങ് ജേണി കൂടി ഹാപ്പി ആവും. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്